നമസ്കാരം. ഏവർക്കും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നലെ നമ്മുടെ മാർക്കറ്റിന് പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്യുവാൻ സാധിച്ചു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോഴും ഇന്നലെ US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റ്സ് ഒക്കെ പോസിറ്റീവിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇന്നലെ ഇന്ത്യ വിക്സും 15 എന്ന ലെവലിന് താഴേക്ക് പോകുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 2539.42 കോടി രൂപയുടെ സെല്ലാണ് നമ്മുടെ മാർക്കറ്റിൽ നടത്തിയത്. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 5780.96 കോടി രൂപയുടെ ബൈ നടത്തി നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇന്നത്തെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റ്സ് ഒക്കെ ക്ലോസ് ആകുന്നോടം വരെ ഉണ്ടായിരുന്ന ഒരു സെന്റിമെന്റ്സ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരുന്നു ഡെഫിനറ്റ്ലി. അതിന്റെ ഭാഗമായി തന്നെ എല്ലാ മാർക്കറ്റുകളും പോസിറ്റീവായിട്ട് തന്നെ ക്ലോസിംഗ് രേഖപ്പെടുത്തി. ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും ഗോൾഡിന്റെ ഒക്കെ പ്രൈസ് ഇടിയുന്നതായിട്ടായിരുന്നു കാണുവാൻ സാധിച്ചിരുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയും പോസിറ്റീവായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി. അതായത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും ഇവാക്യുവേഷനുള്ള ഒരു ഓർഡർ അദ്ദേഹം നൽകുകയുണ്ടായി. അപ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്നലെ മുതൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന പോസിറ്റീവ്നെസ്സിനെ അത് തകർക്കുവാൻ കാരണമായി. കാരണം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഒരു ഡി എസ്കലേഷൻ ആയിരുന്നു മാർക്കറ്റിൽ ഇന്നലെ വന്നിരുന്ന ഒരു വിശ്വാസവും അതിനെ തുടർന്നുണ്ടായ കോൺഫിഡൻസ് മൂലമാണ് മാർക്കറ്റിനും ഒരു പോസിറ്റിവിറ്റി ഇന്ന് വെളുപ്പിനെ വരെ ഉണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. US ഡോ ജോൺസ് ഫ്യൂച്ചർ ഇപ്പോൾ 156 പോയിന്റിലേറെ നഷ്ടത്തോടുകൂടി വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ പക്ഷേ ഒരു പോസിറ്റീവ്നെസ് ആണ് കാണുവാൻ സാധിക്കുന്നത്. ജപ്പാൻ മാർക്കറ്റും തായ്വാനും സൗത്ത് കൊറിയൻ മാർക്കറ്റൊക്കെ പോസിറ്റീവിലാണ് ഇപ്പം വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തത്സമയം ചൈനീസ് മാർക്കറ്റ് നെഗറ്റീവിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയും നെഗറ്റീവിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേക്കുള്ള സ്ഥിതി എന്താണെന്ന് ഇപ്പോൾ മുൻകൂട്ടി പറയുവാൻ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഓപ്പണിംഗ് നമ്മൾ കണ്ടു തന്നെ അറിയണം. ട്രംപിന്റെ ഈ പുതിയ സ്റ്റേറ്റ്മെന്റിന്റെ അതായത് ആൾക്കാർ ഒഴിപ്പിക്കുവാൻ പറയുമ്പോൾ നമ്മൾ അതിനകത്ത് എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് അക്രമം ഇനി വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണെന്നല്ലേ? അതുകൊണ്ട് തന്നെ ആകാം മാർക്കറ്റും അത് നെഗറ്റീവിലേക്ക് എടുത്തിട്ടുണ്ട്. തൽഫലമായി ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലിന്റെയും ഗോൾഡിന്റെയൊക്കെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് നിലവിൽ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യണമെന്ന് ഓർമ്മയിൽ വയ്ക്കുക. നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഒഫീഷ്യൽസ് US പുതിയ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടുള്ള നെഗോസിയേഷൻസിന് വേണ്ടി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ പ്രകാരം മോസ്റ്റ് ഫേവേർഡ് നേഷൻസ് അതായത് MFN നൽകുന്ന റേറ്റ്സ് ഇന്ത്യക്കും ലഭിക്കണമെങ്കിൽ US കോൺഗ്രസിന്റെ അപ്രൂവൽ വേണമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇന്ന് FOMC മീറ്റിംഗ് തുടങ്ങും. നാളെയാണ് അതിന്റെ ഫൈനലായിട്ടുള്ള സ്പീച്ചും റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. നാളത്തെ ദിനം ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഡേറ്റകൾ കൊണ്ടും ഗ്ലോബൽ ആയിട്ടുള്ള ഡേറ്റകൾ കൊണ്ടൊക്കെ മിക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ എക്സ്ട്രാ കോൺഷ്യസ് ആകണം. നമ്മുടെ ലീഡിംഗ് ആയിട്ടുള്ള ADR സ്റ്റോക്സ് ഒട്ടുമിക്കതും പോസിറ്റീവിലാണ് അമേരിക്കയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്, ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഒഴികെ. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഡെയിലി ചാർട്ട്സിൽ ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട്. നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം 24,800 എന്ന റേഞ്ചിൽ നിഫ്റ്റി സപ്പോർട്ട് ചെയ്ത് നിലനിൽക്കുന്നിടത്തോളം 25,000 25,200 എന്ന ലെവലുകളിലേക്കുള്ള ഒരു റീബൗണ്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതേസമയം 24,800 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,700 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും 24,500 എന്ന ലെവൽ അടുത്ത സപ്പോർട്ടായിട്ടും 24,370 എന്ന ലെവൽ ക്രൂഷ്യൽ സപ്പോർട്ടായിട്ടും നിഫ്റ്റിയിൽ വർക്ക് ചെയ്യുമെന്നാണ് അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ഉള്ള സൂചനകൾ. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസിലേക്ക് കിടക്കാം. PCR 1.11 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 24,900 ആയിട്ട് നിലനിൽക്കുന്നു. നിഫ്റ്റി അതിന്റെ ഇന്നലത്തെ റാലിയോടുകൂടി അതിന്റെ
ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസ് ആയ 10-day 20-day മൂവിംഗ് ആവറേജസിന്റെ മുകളിലായിട്ടാണ് വാരം ഇന്നലെ അവസാനിപ്പിക്കുക ഉണ്ടായത്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാക്സിമം കോൾ റൈറ്റിംഗ് 25,300 എന്ന ലെവലിലും പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. 24,800 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും കാണുവാനായിട്ട് സാധിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിലും 2 ദിവസ ട്രേഡിംഗ് സെക്ഷനുകളിലായിട്ട് ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. PCR 0.74 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 56,000 എന്ന നിലയിൽ നിലനിൽക്കുന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം ബാങ്ക് നിഫ്റ്റിയിൽ കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും 56,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാക്സിമം കോൾ റൈറ്റിംഗ് 55,900 എന്ന സ്ട്രൈക്കിലും മാക്സിമം പുട്ട് റൈറ്റിംഗ് 55,500 എന്ന സ്ട്രൈക്കിലുമാണ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ ഇന്ത്യൻ രൂപ 7 പൈസ നേട്ടത്തോടുകൂടി അമേരിക്കൻ ഡോളറിനെതിരെ 86.04 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഇനി വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ ഫ്യൂച്ചർ മാർക്കറ്റിൽ ഷോർട്ട് ചെയ്ത പൊസിഷൻ വെള്ളിയാഴ്ച 1,04,000 കോടി രൂപയിൽ നിന്നും തിങ്കളാഴ്ച 1,01,000 കോടി രൂപയിലേക്ക് കുറച്ചതായിട്ടാണ് കാണുന്നത്. 3,000 കോടി രൂപയുടെ കുറവാണ് ഷോർട്ട് പൊസിഷനിൽ കാണുവാനായിട്ട് നിലവിൽ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിക്കട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സി എന്റർടൈൻമെന്റ് 2,237 കോടി രൂപ ഫണ്ട് കമ്പനി റേസ് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ. ബയോകോൺ കമ്പനിയുടെ ബോർഡ് 4,500 കോടി രൂപ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി ഫണ്ട് ശേഖരണം നടത്തുവാനുള്ള അപ്രൂവൽ നൽകി. QIPയുടെ ഫ്ലോർ പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത് 340 രൂപ 20 പൈസ പെർ ഷെയർ എന്ന നിലയിലാണ്. വിശാൽ മെഗാമാർട്ട് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് 10% വരുന്ന സ്റ്റേക്കുകൾ വിറ്റൊഴിയുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഏകദേശം 5,057 കോടി രൂപ മൂല്യം വരുന്നത്. ഒമാക്സ് 260 ഏക്കർ ഭൂമി അമൃത്സറിൽ കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട് പുതിയ പ്രൊജക്ടുകളുടെ ഭാഗമായി. ഇൻഡിഗോ എയർലൈൻസ് 2 ദിവസങ്ങൾക്ക് മുൻപേ ഒരു വാർത്തയുണ്ടായിരുന്നു. കമ്പനിയുടെ പ്രൊമോട്ടറായ ഇന്റർഗ്ലോബ് ഏവിയേഷൻ 4% സ്റ്റേക്ക് കമ്പനിയിൽ നിന്ന് വിറ്റൊഴിയുന്നതായിട്ടുള്ള വാർത്തകൾ. എന്നാൽ ആ വാർത്ത തെറ്റാണെന്നുള്ള ഒരു സ്ഥിരീകരണം കമ്പനിയുടെ ഭാഗത്തു നിന്ന് നൽകുകയുണ്ടായി. HDFC AMC JP മോർഗൻ എന്ന സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഓവർ വാല്യുവേഷനെ തുടർന്നാണ്. ന്യൂട്ടർ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഭാരതി എയർടെൽ കമ്പനി 20 രൂപ ഡിവിഡൻഡ് പെർ ഷെയർ പ്രഖ്യാപിക്കുകയുണ്ടായി. ജൂലൈ 18 ആണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.